CBC വേൾഡിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂട്ട് നോട്ട് നിമാറ്റോഡ്സ് അല്ലെങ്കിൽ നിമാവിരകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിമാവിര അറ്റാക്ക് ചെയ്ത നമ്മുടെ വാഴയുടെ വേരാണ്. സാധാരണ നിമാറ്റോഡ്സ് വന്നാൽ ചെടികളുടെ വളർച്ചക്കുറവ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത്തവണ നമ്മുടെ അബദ്ധവശാലാണ് ഇത് കണ്ണിൽപ്പെട്ടത്. എന്നുവെച്ചാൽ നമ്മുടെ വാഴയ്ക്ക് ഇങ്ങനെ ഗ്രോത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് വെച്ചാൽ ഈ വേരുകളിൽ ഇങ്ങനെ ഉണ്ടയായിട്ട് ബൾജ് ചെയ്ത് വരും. ഈ ബൾജ് ചെയ്ത് കാണുന്നത് നിമാറ്റോഡ്സിൻ്റെ ഒരു വലിയ കോളനിയാണ്. നിമാറ്റോഡ്സ് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ മുട്ടയിട്ട് പെറ്റ് പെരുകി വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചെടിയിലെ അവശ്യമൂലകങ്ങളുടെ ട്രാൻസ്പോർട്ട് തടസ്സപ്പെടുകയും ചെയ്യും. നമുക്ക് ഇതിനുള്ള പ്രതിവിധി കൊടുത്തില്ലെങ്കിൽ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പോഷകങ്ങളൊന്നും കിട്ടാതെ വേരൊക്കെ നശിച്ച് ചെടി നശിച്ചു പോവുകയാണ് ചെയ്തത്. ഇതെങ്ങനെയാണ് അറ്റാക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ചെടിയുടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പതുക്കെ ഈ നിമാറ്റോഡ്സ് വന്നിട്ട് അവിടെ മുട്ടയിടാൻ തുടങ്ങും. മുട്ട നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പതുക്കെ അവർ വിരിഞ്ഞ് വലുതാവുന്നു. ചെടികളുടെ ഊർജ്ജം മുഴുവൻ വലിച്ചു ഊറ്റിയെടുക്കുന്നു. അതിനൊപ്പം തന്നെ പുറത്തേക്ക് മുട്ടകൾ നിക്ഷേപിക്കാൻ തുടങ്ങും. 7 ദിവസം മുതൽ 3 ആഴ്ച കൊണ്ടാണ് ഇത്രയും വലിയൊരു കോളനി ഒരു നോട്ടും ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നോക്കാം. ഇതിന് പല കെമിക്കലും ഉപയോഗിക്കാറുണ്ടെങ്കിലും നമ്മൾ തൽക്കാലം ഓർഗാനിക് രീതിയാണ് പിന്തുടരുന്നത്. ഈ കാണുന്ന ഐറ്റമാണ് നമ്മുടെ നായകൻ പെസിലോമൈസിസ് ലീലാസിനസ്. നമ്മുടെ നാട്ടിലെ KVKകളിലും അതുപോലെ കൃഷി യൂണിവേഴ്സിറ്റികളിലും ഈ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ആക്ച്വലി ഇതൊരു തരം മിത്രകുമിളാണ്. ഒരു തുറപ്പിനെ പിടിക്കാൻ നമ്മൾ മറ്റൊരു തുറപ്പിനെ ഉപയോഗിക്കുന്നു. ഈ ഫംഗൈൻ്റെ ഒരു സ്പോർ സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കുമിൾ കൊടുക്കുന്നതോടൊപ്പം ഇത് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ കൃത്യമായ ഈർപ്പം അവിടെ ആവശ്യമാണ്. ഈ ഫംഗസ് മണ്ണിലേക്ക് എത്തുന്നതോടെ ഇത് നേരെ പോയിട്ട് മണ്ണിൽ സ്പ്രെഡ് ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈഫൈസ് ഇതാക്കിയിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ എങ്ങനെയാണ് പൂപ്പൽ വരുന്നത് അതുപോലെ നൈസായിട്ട് കുറേ വലകൾ നെയ്തങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഹൈഫൈസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ മുട്ടയെ വിരിയാൻ അനുവദിക്കുന്നില്ല. അതുകൂടാതെ നിമാറ്റോഡ്സിൻ്റെ പുറംചട്ടയിലൊരു ചിറ്റിൻ ലെയർ എന്ന് പറഞ്ഞ ലെയറുണ്ട്. അതാണ് അതിന് സ്ട്രക്ചർ കൊടുക്കുന്നതും അതിൻ്റെ ബോഡിക്കുള്ള ആവശ്യമായ, അതായത് നമ്മുടെ നട്ടല് പോലെ ഇതിന് ബലം നൽകുന്നതും ആ ലെയറാണ്. ആ ലെയർ അങ്ങ് തകർത്ത് കളയും. ആ ലെയർ തകർത്ത് കളഞ്ഞാൽ ഇതിന് പിന്നെ ജീവിക്കാൻ കഴിയില്ല. ഇത് ഇമ്മൊബൈലായിട്ട് അവിടെ ഇരുന്നിട്ട് നശിച്ചു. കൃത്യമായ സാഹചര്യത്തിൽ 2-3 തവണ നമ്മൾ ഇത് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ മണ്ണിലെ നിമാറ്റോഡ്സ്, അത് രോഗകാരികളായ നമുക്ക് വിനാശകാരികളായ നിമാറ്റോഡ്സ് ഒരുവിധം മണ്ണിൽ നിന്ന് പുറത്താവുന്നതാണ്. ഇതിന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് കൃത്യമായ ഈർപ്പം മണ്ണിലുണ്ടായിരിക്കണം. രണ്ടാമത് മണ്ണിലുള്ള ജൈവാംശം, അതായത് ജൈവവളത്തിൻ്റെ അളവ് എപ്പോഴും കൂടി നിൽക്കണം. അതുപോലെ കെമിക്കൽസിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കണം. ഇങ്ങനെയാണെങ്കിൽ അവ കൃത്യമായിട്ട് വളരുകയുള്ളൂ. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് വന്നാരി എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് 2 മാർക്കുകളാണ് പ്രധാനമായും റെക്കമെൻഡ് ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ ഡീകമ്പോസ്റ്റായ ഓർഗാനിക് മാനുവറിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്താലും ഏക്കറിന് 3 മുതൽ 4 ലിറ്ററാണ് ഡോസേജ് പറയുന്നത്. പെസിലോമൈസിസ് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷമുള്ള ഒരു തക്കാളി ചെടിയുടെ വേരിൻ്റെ ഫോട്ടോ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ചെടികളുടെ വേര് പെട്ടെന്ന് തന്നെ റിക്കവർ ആവുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂടുന്നതുമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്